അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം സ്വപ്നം കാണുന്നു. ആ സ്വപ്നം പലതും യാഥാർത്ഥ്യമാകുന്നു, പല സ്വപ്നങ്ങളും നിരർത്ഥകമാകുന്നു. ഇതെങ്ങനെ? അതിന്റെ ഉത്തരം മഹാനായ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പറഞ്ഞു കൊടുത്തു. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ മുത്തുനബി അതിന്റെ ഉത്തരം എനിക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഉമറേ, എങ്ങനാ മനുഷ്യൻ സ്വപ്നം കാണുന്നതെന്ന് എന്റെ ആലങ്കോട്ട ഉമ്മ പഠിച്ചോ, എന്റെ പെങ്ങള് പഠിച്ചോ, എന്റെ സഹോദരൻ പഠിച്ചോ. ഇത് അബൂ റബീന്റെ വാക്കല്ല, മുത്ത് റസൂലുള്ളാഹിയുടെ വാക്കാണ്. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. ഇവിടെയാണ് ആത്മാവിന്റെ ശക്തി, ഇവിടെയാണ് ആത്മാവെന്ന അത്ഭുതം അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു കൊടുത്തതായിട്ട് അലി തങ്ങൾ വിവരിച്ചു കൊടുക്കേ. മാമിൻ അബദിയതമന്നൗനൗമാ, ഭൂമിയിൽ ഒരു മനുഷ്യനും ഉറങ്ങുന്നില്ല. അതാണാകട്ടെ പെണ്ണാകട്ടെ, അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, അതോ ഏത് രാജ്യക്കാരനുമാകട്ടെ ഏത് നേരത്തുമാകട്ടെ, ഒരു മനുഷ്യനും ഭൂമിയിൽ ഉറങ്ങുന്നില്ല. ഇല്ല ഒരു ജബിറൂഹിഹി ഇലൽ അർശി, അവന്റെ മുമ്പിലേക്ക് അല്ലാഹു നിശ്ചയിച്ച മലക്കുകൾ ഇറങ്ങിയിട്ട് അവന്റെ ആത്മാവിനെ ശരീരവുമായി ഒന്ന് ബന്ധിപ്പിച്ച് നിർത്തിയിട്ട് ആത്മാവിനെയും കൊണ്ട് അല്ലാഹുവിന്റെ അർശിലേക്ക് മലക്കുകൾ തിരിച്ചു കയറുന്നു. ആത്മാവ് അർശിങ്കലേക്ക് പറന്നു പൊങ്ങുന്നു. അതിനധികം സമയം വേണ്ട പ്രിയപ്പെട്ടവര്. എങ്ങനെയാണ് 5 മിനിറ്റ് ഉറങ്ങിയവൻ സ്വപ്നം കാണുമ്പോ അർശിലെത്തി എന്ന് പറയുക? ഇത് മലക്കിന്റെ വേഗത നമുക്ക് തിരിയാഞ്ഞിട്ടാ. മലക്കുകളാണ് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവര്. ഏതൊരു മനുഷ്യൻ ഉറങ്ങിയാലും അവന്റെ ആത്മാവ് മലക്കുകളോടൊപ്പം അർശിലേക്ക് പറക്കുന്നു. അങ്ങനെ അർശിന്റെ വിതാരത്തിൽ എത്തിക്കഴിയുമ്പോഴേക്ക് ഈ റൂഹുകൾ ചെന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നു. അർശിന്റെ വിതാനത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആത്മാവ് കാണുന്നതെന്തോ അത് സ്വപ്നമായി ഭൗതിക ജഡമാകുന്ന നമ്മൾ അനുഭവിക്കേ. അത് യാഥാർത്ഥ്യമായി പുലരുന്നതാണ്, പുലരുന്ന യാഥാർത്ഥ്യത്തിന്റെ സ്വപ്നങ്ങളാണ്. അതേ സമയത്ത് എല്ലാ ആത്മാവുകളും അർശിന്റെ ഓരത്തെത്തൂല, മറിച്ചാ പോകുന്ന വഴിയിൽ പിശാചിന്റെ വലയിൽ കുടുങ്ങുന്നു. പിശാചിന്റെ ലോകത്തേക്ക് ആധിപത്യത്തിൻ കീഴിലെത്തുന്നു. അവിടെ വെച്ചുകൊണ്ട് കാണുന്നതെന്തോ അത് പൈശാചിക കിനാവുകളാണ്, അത് പൈശാചിക സ്വപ്നങ്ങളാണ്, അത് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ്, അത് പിശാചിൽ നിന്നുള്ള ദുർബോധനങ്ങളാണ്. അത് നിരർത്ഥകമായ സ്വപ്നങ്ങളാണ്. ഇത് ഞങ്ങളെ പഠിപ്പിച്ചത് മുത്ത് മുഹമ്മദ് മുസ്തഫ.